ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഞാൻ സൺഡേ ആണെന്ന് ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്നു, ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എനിക്ക് എല്ലാവർക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയുമായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന, അതായത് എൻ്റെ വേർഷൻ ഓഫ് ഫ്രൈഡ് റൈസാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പച്ചക്കറികളാണ് വേണ്ടത്. ക്യാരറ്റ്, സവോള, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻറ്റ് സ്പ്രിംഗ് ഒനിയൻ. ഈ ഒരു സാധനം ഇല്ലാതെ ഫ്രൈഡ് റൈസ് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കഞ്ഞി വെച്ചിട്ട് ഉപ്പിടാത്ത അവസ്ഥയായിരിക്കൂലേ, അതേപോലെയാണ്. ഇതെന്തായാലും വേണം. ഇത് കടകളിലൊക്കെ പോയാൽ കിട്ടും. ഒരു വിധത്തിൽപ്പെട്ട എല്ലാ കടകളിലും ഉണ്ടാവും. ചിലവരിത് വാങ്ങിച്ച് വലിച്ചെറിയാറാണ്. അത് പെട്ടെന്ന് കേടുവരും തോന്നിട്ടോ, അതുകൊണ്ടായിരിക്കും മേ ബി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമ്മൾ ബസ്മതി റൈസാണ് എടുക്കുന്നത്. അത് ഒന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് കുതിർത്തി വെക്കണം. അപ്പോൾ നമുക്കിത് എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് കാണാം. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോ ആണ്. 1 കിലോ അരി കുത്തനൊക്കെ കാണാണ്ട്, അതൊക്കെ കഴുകി കളയണം തോന്നുന്നു. പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ കഴുകി ഒരു 2-3 തവണ കഴുകണം. കഴുകിയിട്ട് കുറച്ച് നേരം ഊറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വേവിക്കുക. അതും വേവിക്കുമ്പോൾ ഹാഫ് വേവേ ആദ്യം വേവാൻ പാടുള്ളൂ, കാരണം പിന്നെ അത് ഇട്ട് വേവും. നമ്മൾ വെള്ളം വെച്ചു. വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇടണം. ഇതൊരു അരമണിക്കൂറായിട്ടുണ്ടാവും ഞങ്ങൾ കുതിർത്ത് വെച്ചിട്ട്. അതായത് അരിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ. അരി വേവിക്കാൻ ആരും പഠിപ്പിച്ചിരണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം വെച്ചിട്ട് ഇനി ഇത് പകുതി വേവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. കാരണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കിടന്നിട്ട് ഒന്നും കൂടെ വേവാനുള്ളതാണ്. അപ്പോൾ പകുതിയോ അല്ലെങ്കിൽ പകുതിയിൽ കുറവോ വേവ് മതി. അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. ഇതിൽ വേറെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യണ്ട. കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് വെന്തിട്ട് അത് മാറ്റി. നമ്മൾ ഫ്രൈഡ് റൈസിക്ക് വേണ്ടിയിട്ട് 5 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം. ഈ മുട്ട വെറുതെ ജസ്റ്റ് ഉപ്പൊന്നും ഇടുന്നില്ല, ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് നടുവിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി. എത്ര മുട്ടയാണോ നിങ്ങൾക്ക് വേണ്ട അത്രയും എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. എളുപ്പമണിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അപ്പം നമ്മൾ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട്. നമ്മൾ ഓയിലാണ് ഇട്ട് ഒഴിക്കേണ്ടത്, വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. അപ്പോൾ ടേസ്റ്റ് മാറും. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ചൂടായി ഭയങ്കരമായിട്ട് വഴറ്റിയെടുക്കരുത്. കാരണം ഫ്രൈഡ് റൈസിക്ക് ഇത് പച്ചയ്ക്ക് കടിക്കുമ്പോഴാണ് ടേസ്റ്റ്. വരണ്ട് വന്നതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കും. ആദ്യം തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ ഇത് ഒരുമാതിരി വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. ഇതൊക്കെ ഏകദേശം സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ട് ഭാഗം, അതായത് താഴത്തെ ഭാഗം ഇട്ട് കൊടുക്കും. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ താഴത്തെ ഭാഗം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ മുട്ട ആഡ് ചെയ്യുക. നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട ഉണ്ടാക്കണം. അത് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുത്തേക്ക് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ അതിന് ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഈ പച്ചക്കറികളെല്ലാം ഓരോ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് മുട്ട അതിൻ്റെ നടുവിലൊഴിക്കണം. എന്നിട്ട് അത് ചിക്കി എടുക്കണം. മിക്സ് ചെയ്ത് എടുക്കണം. അതാണ് ഈ ഫ്രൈഡ് റൈസിൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള ഒരു ടിപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ മുട്ട ഒഴിച്ചു. ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള പച്ചക്കറികളുമായിട്ട് കൂട്ടി യോജിപ്പിക്കും. നമ്മുടെ മുട്ടയൊക്കെ നല്ലോണം ഏകദേശം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളെ ആവശ്യത്തിന് ഇഷ്ടമുള്ള അത്ര ചിക്കൻ എടുക്കാം. ഇനി എഗ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ചിക്കൻ ഇടണ്ട, വെജ് മതിയെങ്കിൽ എഗ്ഗും ഇടണ്ട. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാ പച്ചക്കറികളും ചിക്കനും മുട്ട എല്ലാം കൂടെ നല്ലോണം സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കുരുമുളക് പൊടി, സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്. ഇത് 3ആണ് ഇതിക്ക് വേണ്ടത്. നമ്മൾ കുരുമുളക് പൊടി കഴിഞ്ഞിട്ട് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ബാക്കിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി, പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ചേർത്ത് ലാസ്റ്റ് ഉപ്പും എരു പാകമാണോ നോക്കിയിട്ട് വാങ്ങി വെക്കുക. അത് അധികം നേരം അടുപ്പിലിരുന്നാൽ വെന്ത് പോകും. ഈ ഒരു വേവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇങ്ങനെയാണോ ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.